ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 162 എപ്പിസോഡിലേക്ക് പ്രാർത്ഥനാപൂർവം ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിനും ചിന്തയ്ക്കും അനുദിന ജീവിതത്തിനും ഉപയുക്തമായ ധ്യാന ചിന്തകളിലൂടെ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഇത് പ്രയോജനമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 39 സങ്കീർത്തനം 11, 12, 13 വാക്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ധ്യാന വിഷയമാക്കുന്നത്. 39 സങ്കീർത്തനം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴു പോലെ ക്ഷയിപ്പിക്കുന്നു. ഏതു മനുഷ്യനും ഒരു ശ്വാസമത്രേ. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുൻപ് ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിൻ്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുൻപ് ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിൻ്റെ നോട്ടം എന്നിൽ നിന്ന് മാറ്റണമേ. നിൻ്റെ ബാധ എന്നിൽ നിന്ന് നീക്കണമേ. നിൻ്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ തുടർച്ചയായി സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുകയാണ്, അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ അവൻ്റെ സൗന്ദര്യത്തെ പുഴു പോലെ ക്ഷയിപ്പിക്കുന്നു. 39 സങ്കീർത്തനത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ, സ്വയം നിയന്ത്രണത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു വിശ്വാസി, ഒരു ഭക്തൻ തൻ്റെ ജീവിതത്തെ ദൈവികമായ വഴിത്താരയിലൂടെ വിശകലനം ചെയ്യുന്ന ഒരു അനുഭവമാണ്. അതിന് പല ഭാഗങ്ങളുണ്ട്. നമ്മൾ ഇൻട്രോഡക്ഷൻ എന്ന് പറയുന്നത് പോലെ പ്രൊലോഗ്, സോളിലോക്കി, കൺക്ലൂഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇതിനും ഒരു സ്ട്രക്ചറുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ട് മുന്നേറുകയാണ്. ദൈവസന്നിധിയിൽ ഭക്തൻ സമർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു സ്ട്രക്ചറൽ ഫോമാറ്റ് ഈ സങ്കീർത്തനത്തിൽ, ഇത് മാത്രമല്ല എല്ലാ സങ്കീർത്തനത്തിലും നമുക്ക് കാണാൻ പറ്റും. പ്രാർത്ഥനകൾക്കെല്ലാം ഒരു ക്രമമുണ്ട് പ്രിയമുള്ളവരെ. ക്രമമില്ലാത്ത പ്രാർത്ഥനകളും ഭാവങ്ങളും ഒക്കെ അക്രമങ്ങളാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനാ ക്രമമെന്ന് പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ചിന്തകൾ തരും, ആലോചന തരും, ശൈലികൾ തരും, പറയുവാനുള്ള വാക്കുകൾ തരും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അതൊക്കെ ഒരു ഭക്തന് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് വേദപുസ്തകം തന്നെ നമുക്ക് പ്രിൻ്റഡായിട്ട് കിട്ടിയേക്കുവാണ്. ഈ വേദപുസ്തകം കാണാതറിയാവുന്ന ഒരുപാട് പേരുണ്ട്. എത്ര കാണാതറിയാവുന്നവരും നിവൃത്തിയുണ്ടെങ്കിൽ വേദപുസ്തകം വായിച്ചാൽ അത് നോക്കി തന്നെ വായിക്കും. ആ സ്ക്രിപ്റ്റ് നോക്കി തന്നെ വായിക്കും. ആ പ്രിൻ്റഡ് ബൈബിൾ വായിക്കും. പഴയ കാലത്ത് ആലോചിച്ചോണം, പ്രിൻറ്റിങ് ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ആദ്യം വാമൊഴിയായി, പിന്നീട് കടലാസുകളിലെ പാപ്രസ് താളിയോലകളിലൊക്കെ എഴുതപ്പെട്ട്, ചർമ്മത്തിൽ എഴുതപ്പെട്ട്, ചർമ്മലിഖിതങ്ങളും മറ്റുമായി എഴുതപ്പെട്ട്, കല്ലിലെഴുതപ്പെട്ട്, കൊത്തിയെടുത്ത് എന്ന് വേണ്ട ഒരുപാട് പ്രോസസ്സുകളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. ഈ സങ്കീർത്തനങ്ങളുടെ ഒരു പ്രത്യേകത നമ്മളെ പഠിപ്പിക്കുന്നത് അതാ. ഇത് യഹൂദന്മാരുടെ പാഠപുസ്തകമായിരുന്നു. പഴയകാലത്ത് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് വിശ്വാസികൾ ഭക്തിയോടെ പ്രാർത്ഥിച്ചൊരു ക്രമമായത്, ഒരു രീതിയാണ്. അതിൽ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളുമുണ്ട്. അതെങ്ങനെ പോകുന്നു? കാരണം നമ്മളൊക്കെ പലപ്പോഴും ശക്തരാണെന്ന് പറഞ്ഞാലും ഭക്തരാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മളുടെ ഓർമ്മയും വെളിവുമൊക്കെ നഷ്ടപ്പെട്ടു പോകും. നമ്മളുടെ ആഗ്രഹം ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ ശൈലിയിൽ ആദ്യം വരുമ്പോഴത്തേക്ക് ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ആദ്യം ഒരു 2-3 സ്തുതിയും സ്തോത്രമൊക്കെ പറയും. ഞാൻ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിന്നീട് നേരെ നമ്മളിലേക്ക് വരികയാണ്. നമ്മളുടെ ആവശ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ദൈവസന്നിധിയിലേക്ക് കുടഞ്ഞങ്ങോട്ട് ഇടുകയാണ്. യഥാർത്ഥത്തിൽ ഭക്തിയോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ഭക്തൻ, അവനവനെ തന്നെ മറന്നുപോകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവൻ ദൈവസന്നിധിയിലാകുന്നു എന്നുള്ളത് മറന്നുപോകും. അവൻ്റെ വികാരങ്ങളും ഭാവങ്ങളും ഓർമ്മകളും ഒക്കെ ദൈവസന്നിധിയിലിരിക്കും.
എൻ്റെ ചോദ്യം ഇതാ, പലപ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കുന്ന മനുഷ്യൻ പിന്നീട് എങ്ങനെ ഭൗതികമായ ആഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുമെന്നുള്ളതാണ്. ദൈവം തമ്പുരാൻ തന്നെ പ്രാർത്ഥിക്കാൻ തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ തിരുനാമം, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിപ്പിൻ, നിൻ്റെ രാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഇൻഡിവിജ്വൽ പ്രെയർ അല്ല, എന്ന് വെച്ചാൽ ഒരു എന്താ പറയുന്നത്, ഒരു സെൽഫ് ബോസ്റ്റിംഗ് പ്രെയർ അല്ല, സെൽഫ് സെൻറ്റേർഡ് പ്രെയർ അല്ല, എനിക്കെന്തെങ്കിലും തരണമെന്നല്ല, എല്ലാം ഞങ്ങൾക്കാണ്, ബഹുവചനമാണ്. നിൻ്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണം, കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ഈ പ്രാർത്ഥനയിലെല്ലാം ഒരു പ്രത്യേകമായ സ്ട്രക്ചറൽ ഫോർമുലയുണ്ട്. അതുപോലെ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത അതാണ്, അതിനൊരു സ്ട്രക്ചറൽ ഫോർമുലയുണ്ട്. ഒരു ഭക്തൻ ഘട്ടം ഘട്ടമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്. നമ്മളുടെ പ്രാർത്ഥനാനുഭവത്തിന് വരുത്തേണ്ട ഒരു രൂപാന്തരീകരണം, ഒരു പുതുക്കം ഈ സങ്കീർത്തന വായനയിൽ ഉടനീളം നമ്മൾക്ക് കിട്ടും. ഭക്തൻ എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? ഭക്തൻ വലിയവനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, നമ്മൾ ഈ എന്താ പറയുന്നത്, എല്ലാം തികഞ്ഞവരല്ലല്ലോ. അപ്പം ഭക്തൻ അവൻ്റെ ബലഹീനതകൾ പറയും, ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, തൻ്റെ ബലഹീനതകൾ പറയുന്നുണ്ട്, സംശയങ്ങൾ പറയുന്നുണ്ട്, ആകുലതകൾ പറയുന്നുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള ചിന്താകുലം പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട്, എന്നാൽ കർത്താവേ ഞാൻ ഏതിനായിട്ട് കാത്തിരിക്കേണ്ടു, നീ പറഞ്ഞതാ. അതാ പ്രാർത്ഥനയെന്ന് പറയുന്നതാ. ആഗ്രഹപൂർത്തീകരണം മാത്രമല്ല, ഭക്തൻ്റെ സംശയങ്ങളും ഭക്തൻ്റെ വേദനകളും നൊമ്പരങ്ങളും സമർപ്പിക്കുന്ന ഒരു അനുഭവമാണ്. പ്രിയമുള്ളവരെ, വലിയവനായ ദൈവത്തിൻ്റെ മുൻപാകെ, പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധമായ ഭക്തി, നിർമ്മലമായ ഭക്തി, ദൈവത്തോട് സംഭാഷിക്കുകയാണ്. ഒന്നിനു പുറകെ നമ്മൾ പറയുക, ദൈവത്തോട് സംസാരിക്കുക. എൻ്റെ പിതാവിനോടല്ലാതെ പ്രിയമുള്ളവരെ നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്? നമ്മൾ മാതാപിതാക്കന്മാരോട് സംസാരിക്കുന്നത്, സ്നേഹമുള്ളവരോട് സംസാരിക്കുന്നത് ആവശ്യങ്ങൾ മാത്രമല്ലല്ലോ. നിങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിടുന്നു. സ്കൂളിൽ വിട്ടിട്ട് പിള്ളേർ തിരിച്ചു വരുമ്പോൾ നിങ്ങളോട് പറയുന്നത് നാളത്തേക്ക് കൊണ്ടുപോകേണ്ട പൊതി കെട്ടിത്തരണമെന്നൊന്നുമല്ല, മറിച്ച് ചിലപ്പോൾ പുസ്തകങ്ങൾ വാങ്ങിച്ചു തരാൻ പറയായിരിക്കും, അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ പറയും. അതൊക്കെ പിന്നെ പറയത്തുള്ളൂ. ആവശ്യങ്ങളെക്കാൾ പിള്ളേർ പണ്ടത്തെ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ബന്ധങ്ങളിൽ വന്ന കുറവ് കൊണ്ടാണ് പറയാത്തത്. സ്കൂളിൽ എന്തൊക്കെ നടന്നു, പിള്ളേർ രാവിലെ അങ്ങോട്ട് പോയി അവിടെ നടന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെ പറയാനുള്ള അവസരം കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മുതിർന്നവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കഥ പറയാനുള്ള, അവരുടെ അനുഭവങ്ങൾ പറയാനുള്ള സമയം കൊടുക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വലിയ ആൾക്കാരായിരിക്കും, വലിയ ജോലിക്കാരായിരിക്കും, തിരക്കും കഷ്ടപ്പാടുമുള്ളവരായിരിക്കും, ശരിയാ, ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പറയുന്ന കഥകൾ നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ വലിയ കഥകൾ അവരുടെ മണ്ടയ്ക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ വലിയ അനുഭവങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാൻ ശ്രമിക്കരുത്. വലുതായിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ജോലിസ്ഥലത്തെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളികളോടും മക്കളോടും പറയുന്നത് പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളും ജീവിത പങ്കാളികളും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും, വലിയ കാര്യമൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ അടുത്തിരിക്കുന്ന കൊച്ചുമായിട്ടുണ്ടായൊരു വഴക്കായിരിക്കും, ചിലപ്പോൾ സാറ് പറഞ്ഞൊരു വഴക്കായിരിക്കും, പഠിക്കാൻ പറ്റാതെ പോയൊരു കാര്യമായിരിക്കും, അവിടുത്തെ ഒരു നിസ്സാരമായ കഥയായിരിക്കും, അല്ലെങ്കിൽ ആ കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരിയുടെയോ വീട്ടിലെ ഒരു സംഭവമായിരിക്കും, അവരുടെ ഒരു വേദനയായിരിക്കും. ഇങ്ങനെ പിള്ളേർ ഒത്തിരി കഥകൾ പറയും കേട്ടോ. പിള്ളേർ ഒരുപാട് കഥകൾ പറയും. ഇന്നത്തെ കാലത്തെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരുപക്ഷെ കഥകളൊന്നും കേൾക്കാൻ, അത് കഥയല്ല, റിയാലിറ്റിയാണ് കേട്ടോ. നമ്മൾ പറയത്തില്ലയോ, ഒരു എന്താ പറയുന്ന ഒരു റിയലിസ്റ്റിക് എക്സ്പ്രഷനാണ്, അതൊരു ഫാൻറ്റസി അല്ല പിള്ളേർ പറയുന്നത്. പിള്ളേർ എപ്പോഴും ഓർത്തോണം, പറയുന്നത് ഒരു റിയലിസ്റ്റിക് എക്സ്പ്രഷനാണ് അവർ പറയുന്നത്, അവരുടെ മനസ്സാണ് പറയുന്നത്. അപ്പോൾ അതങ്ങോട്ട് പറഞ്ഞു വരുമ്പോഴത്തേക്കോ ഇങ്ങനെ ഇതെന്തോ കേൾക്കാനായത്, ചുമ്മാ സമയം കളയാതെ പോടാ, പിന്നെ അങ്ങനെ ഇങ്ങനെ പറയുന്ന ഉടനെ പിള്ളേരെ കുറ്റം പറയുന്നു, തലേ കയറാൻ പോകുന്നു, നീ എന്തിനാ അതിൽ പോയെന്ന് ചോദിക്കുന്നു, 100 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. പിള്ളേരൊരു കഥ അങ്ങോട്ട് ചോദിക്കുമ്പോഴത്തേക്ക് 100 ഉപകഥകൾ മാതാപിതാക്കൾ പിള്ളേരോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, ചോദ്യങ്ങൾ ചോദിക്കുക. പണ്ടുള്ളവർ പറയത്തില്ലയോ, പിള്ളേരോട് കഥ പറയുമ്പോൾ പറയും, പിള്ളേർ ചോദ്യം ചോദിച്ചാൽ പറയാറുണ്ട്, ഈ കഥയിൽ ചോദ്യമില്ല എന്നതുപോലെ ഓർത്തോണം. കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ നമ്മളോട് പറയുന്ന ചില അനുഭവങ്ങളിൽ ഉപചോദ്യമില്ല. അതെന്താണ് അങ്ങനെ, അതെന്താണ് ഇങ്ങനെ, തിരുത്തേണ്ട മാറ്റങ്ങൾ കാലക്രമേണ മാറ്റി കൊടുത്തേച്ചാൽ മതി. എല്ലാത്തിനെയും തിരുത്തലിൻ്റെ ചാട്ടവാറുമായി സമീപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉയർച്ച കിട്ടത്തില്ല. ഇവിടെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോഴും ഓർത്തോണം, ഇതെല്ലാം ഇതിൻ്റെ അകത്തിൽ പറയുന്നുണ്ട്. ഭക്തൻ ദൈവത്തോട് തൻ്റെ ജീവിത കഥകൾ പറയുക. ദൈവത്തിന് വേണേ ചോദിക്കുക, നീ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്, എനിക്കറിയത്തില്ലയോ, നിന്നെ ഞാനല്ലേ സൃഷ്ടിച്ചത്, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാമടാ മോളെ, നിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം, നീ എന്തിനാ എന്നോട് ഇങ്ങോട്ട് പറയുന്നത്, ബാക്കി പറ, സമയം കളയണ്ട. എൻ്റെ ദൈവം ഒരിക്കലും പറയത്തില്ല, മോളെ നിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, നീ എൻ്റെ സമയം കളയാതെ ബാക്കി പറ,
നമ്മളൊക്കെ ഒരു കഥ പറഞ്ഞാൽ പോലും നമ്മൾ ബാക്കിയുള്ളവരോട് പറയുന്നത് എങ്ങനെയാണ്? അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. ബാക്കി പറ, സമയമില്ല നമുക്കൊന്നിനും. ലോകത്തിൻ്റെ സർവ്വത്തിൻ്റെ നിയന്താവായ ദൈവത്തിന് സമയമുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? എൻ്റെ ദൈവം എനിക്ക് നിങ്ങൾക്കും വേണ്ടി വിട്ടു തന്നേക്കുക. അവൻ സമയമില്ലെന്ന് പറയത്തില്ല. നമ്മൾ ബലഹീനരാണെന്നും പറയത്തില്ല. ഞാനും നിങ്ങളും പറയുന്ന കഥകൾക്ക് അർത്ഥമില്ലെന്നും പറയത്തില്ല. ഈ സങ്കീർത്തനത്തിലെ ഓരോ വാക്കുകൾ നമ്മൾ നോക്കിക്കേ. ചിലപ്പോൾ ഓർത്തോണം, ഭയങ്കരമായ എന്താ പറയുന്നത്, ഹൈടെക് വേർഡ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. ചിലപ്പോൾ ലോജിക്ക് ഒട്ടുമില്ലാത്തതും പറയുന്നു. ലോജിക്ക് പോലും ഒന്നും ഇല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള വാക്ക് പോലും ഭക്തന് ദൈവത്തോട് പറയാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ആ ദൈവം എത്ര വലിയവനാണ്, കേട്ടിരിക്കുന്ന ദൈവം എത്ര വലിയവനാണ്. നമ്മളുടെ കുറുകുറുപ്പുകളും നമ്മളുടെ പൊട്ടിച്ചിരികളും പരാതികളുമൊക്കെ നമ്മൾ എത്ര നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ദൈവത്തോട്. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവത്തോട് പറയാനുള്ള ഒരു സമീപനമുണ്ടാകണം. എനിക്കിന്നത് വാങ്ങിച്ചതാ എന്ന് പറയുന്ന പിള്ളേരെ പേരൻസും വെറുക്കും. എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. ദൈവം എത്ര തവണ പറഞ്ഞ് കഴിയേണ്ടിയിരിക്കുന്നു. ദൈവം പറയുന്നില്ല പ്രിയമുള്ളവരെ. അത് ദൈവത്തിൻ്റെ വലിമയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ദൈവസന്നിധിയിൽ ഉണ്ടാക്കണം. ഹൃദയം തുറന്ന് സംവേദിക്കുന്നതാണ് പ്രാർത്ഥനയെന്ന് പഠിപ്പിക്കണം. ഹൃദയം തുറന്ന് നമ്മൾ പറയത്തില്ലയോ, കൊച്ചു വർത്താനം പറയുന്ന രീതിയിൽ നമുക്ക് സ്ട്രക്ചറൽ പ്രെയറുകളൊക്കെ നമുക്കുണ്ട്. ധ്യാനം എന്ന് പറയുന്നത് അതാ, നിശബ്ദ ധ്യാനം എന്ന് പറയുന്നത് അതാ. കണ്ണടച്ച് വെറുതെ ഇരുട്ടാക്കിയിരിക്കുന്നതല്ല. അതല്ല തപസ്സും ജപവും എന്നൊക്കെ പറയുന്നത്. വെറുതെ കണ്ണടച്ചിരിക്കുക എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ ഭക്തന്മാർ ചെയ്തിരുന്നത് അങ്ങനെയാണ്. അവർ കണ്ണടച്ചിരിക്കുമ്പോൾ സർവേശ്വരനുമായിട്ടൊരു വലിയ സംഭാഷണം നടത്തും. പറയാനുള്ളതെല്ലാം പറയും. അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണേ, നമ്മളുടെ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴേ നമുക്ക് എണീറ്റ് വരാൻ തോന്നത്തില്ല. എത്ര പറഞ്ഞാലും പറഞ്ഞ് തീരത്തില്ല. പിന്നെ വീട്ടിലെ നിർബന്ധവും സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഇറങ്ങി വരുന്നതാണ്. പിന്നെയും പറഞ്ഞ് തീർന്നിട്ടില്ല എന്ന് തോന്നും. അങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടാകണം. അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ തുടർച്ചയായിട്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ ഇടയിൽ വീണ്ടും പറയുകയാണ്, അയ്യോ പാപം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുകയാണ്. അതായത് ദൈവം ചെയ്യുന്ന കാര്യം സങ്കീർത്തനക്കാരൻ അങ്ങോട്ട് പറയുകയാണ്. അതായത് മനുഷ്യൻ്റെ പാപം നിമിത്തം മനുഷ്യനെ നീ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. പാട്ടുകാരൻ പാടിയിട്ടുള്ളത്, കാണാമെനിക്കെൻ്റെ രക്ഷിതാവേ നിൻ്റെ തങ്കമുഖമെൻ്റെ താതൻ രാജ്യം, ഈ ലോകമായയിൽ പെട്ടു വലഞ്ഞു ഞാൻ, മേലോകവാർത്തയിൽ ദൂരസ്ഥനായി, മർദ്ധ്യൻ്റെ ദേഹത്തിനെന്തൊരു വൈശിഷ്ട്യം, എന്തിനു ദേഹത്തിൽ ചാഞ്ചാടുന്നു, വണ്ണം പെരുത്താലും മണ്ണിനിരേത്, കണ്ണിൻ്റെ ഭംഗിയും മായ, മർദ്ധ്യൻ്റെ ദേഹത്തിനെന്തൊരു വൈശിഷ്ട്യം, എന്തിനു ദേഹത്തിൽ ചാഞ്ചാടുന്നു, വണ്ണം പെരുത്താലും മണ്ണിനിരേത്, കണ്ണിൻ്റെ ഭംഗിയും മായ, 10,000 നില പൊക്കിപ്പണിതാലും അതിനുള്ളിലും മൃത്യു കയറിച്ചെല്ലും, ചെറ്റപ്പൂരേയതിൽ പാർക്കുന്ന ഭിക്ഷുവും നിത്യം മരണത്തിനധീനനാം, ചെറ്റപ്പൂരേയതിൽ പാർക്കുന്ന ഭിക്ഷുവും മുറ്റും മരണത്തിനധീനനാം. പ്രിയമുള്ളവരെ, വണ്ണം പെരുത്താലും സൗന്ദര്യം കൂടിയാലും ഇതെല്ലാം മണ്ണിനിരയാണ്. സങ്കീർത്തനക്കാരൻ മരിച്ചതിന് ശേഷമുള്ള കാര്യം മാത്രമല്ല പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ പറയുകയാണ്, അകൃത്യം നിമിത്തം മനുഷ്യനെ നീ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു,
ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ദൈവദ്വേഷിയായി മാറിയവൻ, ദൈവമക്കളെ കൊന്നൊടുക്കിയവൻ, അനേകരെ നശിപ്പിച്ചവൻ, അവനെ ദൈവം ബാധിച്ചപ്പോൾ അവൻ പുല്ല് തിന്നത്തക്ക രീതിയിൽ നാൽക്കാലിക്ക് സമനാക്കി. അത് ശിക്ഷയായിട്ട് കൊടുത്തു. നീതിമാനായ ഇയ്യോബിനെ പരീക്ഷിച്ചപ്പോൾ, ഓർത്തോണം, ദണ്ഡനങ്ങളാലല്ല, പരീക്ഷ കൊടുത്തപ്പോൾ ഉള്ള അനുഭവത്തെക്കുറിച്ച് പറയുന്നത്, ഇയ്യോബ് തന്നെ പറയുന്നത്, ഞാൻ ഓട്ട് കഷ്ണം പോലെയായി. ഓട്ട് കഷ്ണം കൊണ്ട് ശരീരം ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സൗന്ദര്യവും ആരോഗ്യമുള്ള എത്ര മനുഷ്യരുണ്ടായിരുന്നു. നമ്മൾ ചിലരെയൊക്കെ കാണുമ്പോൾ ഒത്തിരി സങ്കടം തോന്നും. സൗന്ദര്യം പോയി, മുടി പോകുന്നു, ആരോഗ്യം പോകുന്നു. പ്രിയമുള്ളവരെ, ഇത് കേൾക്കുമ്പോൾ ദണ്ഡന നിമിത്തം ദൈവം നിങ്ങളെ ശിക്ഷിച്ചു എന്നാരും ചിന്തിക്കേണ്ട. മുടി പോയതും ക്യാൻസർ പോലെയുള്ള അസുഖം വന്നതും തളർന്നു കിടക്കുന്നതും മലമൂത്ര വിസർജനം കിടക്കയിൽ നടത്തുന്നതും നിങ്ങളുടെ ദണ്ഡനം കൊണ്ടാണെന്ന് ആരും ദൈവം ദണ്ഡിപ്പിച്ചതുകൊണ്ടാണെന്ന് ആരും വിഷമിക്കേണ്ട. അകൃത്യം കൊണ്ടാണെന്നും ചിന്തിക്കേണ്ട. ജീവിതാനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോഴും നാളെ എന്ന് പറയുന്നൊരു ദിവസമുണ്ടെങ്കിൽ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ബാക്കിയുള്ളവരും എങ്ങനെയൊക്കെയാണെന്നൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. മനസ്സിലൊരു മുൻവിധി ഉണ്ടായിരിക്കണം. ദൈവമേ, അകൃത്യം ചെയ്താലും ഇങ്ങനെയൊക്കെയുള്ള അനുഭവത്തിൽ വരും. നീതിമാന്മാരെ നല്ലവരുമായ മനുഷ്യർ ഈ രോഗത്തിൻ്റെ കാഠിന്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾ ഞാനുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ അവയവങ്ങളിലേക്ക് നോക്കണം, കണ്ണാടിയിലേക്ക് നോക്കണം, മുഖം നോക്കണം, ചുണ്ടുകളിലേക്ക് നോക്കണം, കണ്ണിലേക്ക് നോക്കണം, കൈകളിലേക്ക് നോക്കണം. അതുകൊണ്ടാണ് സുറിയാനി ക്രിസ്ത്യാനികളുടെ ശുശ്രൂഷയിൽ രോഗികളുടെ തൈലാഭിഷേകം എന്ന് പറയുന്നൊരു ക്രമമുണ്ട്. ആ തൈലാഭിഷേകത്തിൽ പ്രാർത്ഥനയിലെ അവസാന ഭാഗത്ത് തൈലമെടുത്ത് പഞ്ചേന്ദ്രിയങ്ങളിൽ, പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പഞ്ചേന്ദ്രിയങ്ങളിലും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും എണ്ണ കൊണ്ട് പുരട്ടുമ്പോൾ പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഇന്ന് അവയവങ്ങൾ കൊണ്ട് ചെയ്ത തെറ്റുകളെ നീ ക്ഷമിക്കണമേ. നാവ് കൊണ്ട്, കാതുകൊണ്ട്, ആന്തരിക അവയവങ്ങൾ കൊണ്ട്, കൈകാലുകൾ കൊണ്ട് ചെയ്ത ദോഷങ്ങൾ, ചെവി കൊണ്ട് ചെയ്തത്, നാവ് കൊണ്ട് ചെയ്തത് പൊറുക്കണമേ എന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. ദൈവത്തിന് ശിക്ഷിക്കാൻ വിട്ടുകൊടുക്കണ്ട. ഓരോ നിമിഷവും നമ്മൾ തന്നെ പ്രാർത്ഥിച്ചോണം. ദൈവമേ, എൻ്റെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ അതരങ്ങൾ കൊണ്ടോ ചെയ്തത് ദൈവം പൊറുക്കണം. പുഴു പോലെ ചുരുട്ടുന്ന അനുഭവം വരുന്നതിന് മുൻപ് ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം. ഇന്ന് ദൈവം ശിക്ഷിക്കുന്നതല്ല, മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ്റെ അകൃത്യം കൊണ്ട് അവൻ തന്നെ ശിക്ഷ വരികയാണ്. ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങൾ, നിയന്ത്രണമില്ലാത്ത ഭക്ഷണം, മദ്യപാനം, മയക്കുമരുന്ന്, ആസക്തികൾ, തെറ്റായ ജീവിതചര്യകൾ, തെറ്റായ പോക്കുകൾ, ഇതെല്ലാം മനുഷ്യനിൽ പുഴു പോലെ ചുരുട്ടുന്ന അസുഖങ്ങളായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീതിമാന്മാർ പീഡിപ്പിക്കപ്പെടുമ്പോൾ നീതികെട്ടവരുടെ ശിക്ഷാവിധി എത്ര വലുതായിരിക്കും. അതുകൊണ്ട് നമ്മൾ തന്നെ ആലോചിച്ചോണം, ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. ഈ ദൈവത്തിൻ്റെ ശരീരത്തിൽ അശുദ്ധിയും വരരുത്, ജഡിക ആസക്തികൾ വരരുത്. നിങ്ങൾ കുടുംബസ്ഥരാണോ, ഒരു ഭാര്യയാണോ, ഭർത്താവാണോ, നിങ്ങളെ തന്നെ നിയന്ത്രിച്ചു കൊള്ളണം. ദൈവം നിങ്ങൾക്ക് തന്ന ലൈസൻസ് ഉണ്ട്, അത് നിങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ കുടുംബജീവിതം നയിക്കണം. അതിനപ്പുറമായൊരു ബന്ധം വരരുത്. ദൈവത്തിൻ്റെ ഈ മന്ദിരത്തിൽ, നിർമ്മലമുള്ള മന്ദിരത്തിൽ അശുദ്ധിയുടെ തലം വരരുത്. യുവാക്കളെ, യുവതികളെ, നിങ്ങളുടെ യുവത്വം ഭംഗിയായി അനുഗ്രഹമായി പാലിക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ടീനേജേഴ്സിലായിരിക്കാം. ആ ടീനേജേഴ്സ് ഏറ്റവും സന്തോഷമുള്ള അനുഭവമാണ്. നിങ്ങളുടെ 13, 14, 15, 17, 19 ഒക്കെ വയസ്സെന്ന് പറയുന്നത് സന്തോഷത്തോടെ ജീവിക്കാനുള്ള അനുഭവമാണ്. നിങ്ങളെ തന്നെ നശിപ്പിക്കാൻ ആർക്കും വിട്ടുകൊടുക്കരുത്. കേവലം ഒരു മൊബൈലിനും ഒരു ഭക്ഷണ സാധനത്തിനും പണത്തിനും വേണ്ടി നിങ്ങളെ തന്നെ നശിപ്പിക്കരുത്. പഠിക്കാൻ വിട്ടാൽ നിങ്ങൾ പഠിക്കണം, നിയന്ത്രണം പാലിക്കണം. ഇന്നത്തെ സമൂഹത്തിൽ നടമാടുന്ന കേസുകൾ ഒത്തിരി പ്രശ്നങ്ങളാണ്. അവൻ്റെയും ഇവൻ്റെയും കൂടെയൊക്കെ പോയിട്ട്, അവളുടെയും ഇവളുടെയും കൂടെയൊക്കെ പോയിട്ട് എന്നെ പീഡിപ്പിച്ചേ എന്ന് പറയരുത്. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്. ആ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് പോകണം. തെറ്റുകുറ്റങ്ങളോ ബലഹീനതകളോ അറിയുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ ആ തിന്മയുടെ കരം കാണുമ്പോഴത്തേക്ക് ഓടിപ്പോകണം. ആ പാട്ടുകാരൻ പാടിയതുപോലെ, സാത്താൻ കൈ ഞാൻ ദൂരെ കാണുമ്പോൾ എൻ്റെ നാഥ ആർത്തിയോടെ വന്നു വീണിടും. സാത്താൻ്റെ കരം, സൗന്ദര്യമുള്ളവരൊക്കെ വരും, ഭംഗിയുണ്ടെന്ന് തോന്നും,
നല്ല സുഗന്ധമുണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ ഓർത്തോണം, തെറ്റിക്കുന്നവർക്കെല്ലാം ഓർത്തോണം, എപ്പോഴും ഓർത്തോണം, അശുദ്ധിയുടെ നിറമുണ്ടെന്ന് ഓർത്തോണം. ദംഷ്ടകൾ വ്യർത്ഥമായി കിളിച്ചു വരുന്നത് കാണണം. ദുരാത്മാവിനെയും യക്ഷിയെയും ഭൂതത്തെയും പ്രേതത്തെയും പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ പേടിക്കേണ്ടത് ഇങ്ങനെയുള്ള അശുദ്ധി നിറഞ്ഞവരെയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് മാർവിലേക്ക് ഓടിച്ചെല്ലണം. ഇത്ര സ്നേഹിക്കുന്ന ഒരു ദൈവമുള്ളപ്പോൾ ആ ദൈവത്തെ വിട്ടു പോകരുത്. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ, ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ, ഹല്ലേലൂയ പാടും ഞാൻ. എൻ്റെ പ്രിയമുള്ളവരെ, 10,000-ങ്ങളിൽ സുന്ദരനായിട്ടുള്ള ദൈവമാണ് നമ്മുടെ തമ്പുരാൻ. നമ്മളെപ്പോഴും ഹൃദയംഗമായിട്ട് ഓർത്തോണം, എൻ്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവനാണ്, അവൻ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനാണ്. ആ ദൈവത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് സാധിക്കണം. പാട്ടുകാരൻ പാടിയിട്ടില്ലേ, എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാനുരാകിൽ, കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാനുലകിൽ, കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല. ആ പാട്ടിൻ്റെ അവസാനം, പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേൻ പ്രിയനോടു ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേൻ പ്രിയനോടു ചേരുവാൻ, നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേൻ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കാണുന്നവനെയും കാണുന്നവളെയും ഒക്കെ പ്രേമിച്ച് നടക്കാതെ, നിങ്ങളുടെ ആരോഗ്യവും സമയവും കളയാതെ, നിങ്ങളുടെ സൗന്ദര്യം പുഴു പോലെ ചുരുട്ടപ്പെട്ടു പോകാതെ, മാരകമായ അസുഖങ്ങളൊക്കെ പിടിപ്പിക്കാതെ, ജീവിച്ചിരിക്കുമ്പോഴും ആരോഗ്യമുള്ളപ്പോഴുമൊക്കെ ദൈവത്തെ വിളിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ദാവീദ് അപ്പൂപ്പൻ, ദാവീദ് അപ്പച്ചൻ, പ്രവാചകൻ നമുക്ക് മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്, അയ്യോ അകർത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. എൻ്റെ ദൈവം ക്ഷയിപ്പിക്കാതിരിക്കട്ടെ. വീണ്ടും പറയുന്നു, യഹോവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ, എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ. സകല പിതാക്കന്മാരെ പോലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാണല്ലോ. ആ വാക്യത്തിൻ്റെ തൊട്ട് മുമ്പായി ഏതു മനുഷ്യനും ഒരു ശ്വാസമത്രേ. എന്നിട്ട് പറഞ്ഞു തുടങ്ങുകയാണ്, പ്രാർത്ഥന കേട്ട് അപേക്ഷ കേൾക്കണം, കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുത്. ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാണ്. ഒരു ചുരുക്കകാലം മാത്രമേ ഉള്ളൂ. പരദേശവാസികളായിട്ട് ഉള്ള ജീവിതമാണ് നമുക്ക്. കാരണം ഈ ലോകമല്ല നമ്മുടെ ജീവിതം, ഇതൊരു പരദേശവാസമാണ്. ഇതിൻ്റെ അപ്പുറം വേറൊരു ലോകമുണ്ട്. അതുകൊണ്ട് ആ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ഞാൻ അന്യനും പരദേശിയുമാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ ലോകം വിട്ട് നമ്മൾ പോകേണ്ടവരാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഭൂലോകവാസികളാകും നമുക്കിന്ന് വീടെന്നോ നാടെന്നോ ചൊൽകാനെന്ത്, കൈകൊണ്ടു തീർക്കാത്ത വീടൊന്നു താതൻ താൻ മീതേ നമുക്കായി വച്ചിട്ടുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടൊന്നു താതൻ താൻ മീതേ നമുക്കായി വച്ചിട്ടുണ്ട്. സ്വലോകവാസികളായ നമുക്കിവിടെ വീടെന്നോ കൂടെന്നോ ഒന്നും ചിന്തിക്കാനില്ല. കാരണം കൈകൊണ്ട് തീർക്കാത്തൊരു വീട് സ്വർഗത്തിൽ അവൻ വെച്ചിട്ടുണ്ട്. യോഹന്നാൻ 14-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുന്നു. ഞാൻ ഭവനമൊരുക്കിയാൽ പിന്നെ നിങ്ങളെ ഞാൻ വന്ന് ചേർത്തുകൊള്ളും. ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി വലിയ സ്വർഗീയ കൊട്ടാരം ഒരുക്കിയിരിക്കുമ്പോഴാണ്. പരദേശവാസത്തിൽ കൂടുതൽ ആനന്ദിക്കാനൊന്നുമില്ല. യാക്കോബ് ഫറവോനോട് പറഞ്ഞത്, എത്ര വയസ്സായെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പരലോക പ്രയാണത്തിൻ്റെ വയസ്സ് ഇത്ര നാളാണ്. അല്ലാതെ ഈ ലോകത്തിൻ്റെ അല്ല, എൻ്റെ ഒറിജിനൽ ലോകമല്ല, പരലോക പ്രയാണത്തിൻ്റെ കാലം വയസ്സെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അത് യഥാർത്ഥ ലോകത്തിൻ്റെ അല്ല, അന്യലോകത്തിലെ വാസമാണ്. ഇനിയും കോടാനുകോടി നാൾ ദൈവത്തോടൊത്ത് വസിക്കാനുണ്ട്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാനിവിടെ പരദേശിയാണ്, അന്യനും പരദേശിയുമാണ്, എൻ്റെ പൂർവികരെ പോലെ പരദേശിയാണ്.
ഇനിയും കോടാകോടി ഗോളമെല്ലാം ചമച്ചവൻ, കോടാകോടി ഗോളങ്ങളെല്ലാം ചമച്ചവൻ നമുക്ക് വേണ്ടതെല്ലാം നൽകിയിട്ടുണ്ട്. അവൻ നമ്മൾക്ക് മാലാകന്മാരെക്കാളും ഉന്നത സ്ഥാനം നൽകുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതാകുന്നതിന് മുൻപേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിൻ്റെ നോട്ടം എങ്കിൽ നിന്ന് നീക്കണമേ. ഒരു പ്രാർത്ഥനയാണ്. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതാകുന്നതിന് മുൻപ് ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിൻ്റെ നോട്ടം എങ്കിൽ നിന്ന് നീക്കണമേ. ദൈവം നമ്മളെ നോക്കാതിരിക്കാനുള്ള പ്രാർത്ഥനയല്ല ദാവീദ് നടത്തുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ ആ തീഷ്ണമേറിയൊരു നോട്ടമുണ്ട്. നമ്മളൊക്കെ എപ്പോഴും പറയും, ദൈവമേ എന്നെ നോക്കിക്കൊണ്ടിരിക്കണേ, എപ്പോഴും ഉണ്ടായിരിക്കണേ. ദൈവത്തിൻ്റെ നോട്ടം തീഷ്ണമാണ്. അത് സഹിക്കാനുള്ള ശക്തിയൊന്നും നമുക്ക് പറ്റത്തില്ല. സൂര്യഗോളം നമ്മളിൽ നിന്ന് എത്രയോ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരെയാണെന്നറിയാമോ? സൂര്യൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ വലിയ ചൂടാണ്. അതുകൊണ്ട് ഒരു എസ്തെറ്റിക് ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു സൗന്ദര്യ ദൂരമുണ്ട്. ദൈവത്തിൻ്റെ മാർവിൽ ചേരാനുള്ളവരാണ് നമുക്ക്. പക്ഷേ ആ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കാനും ഒരു എസ്തെറ്റിക് ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു സൗന്ദര്യ ദൂരമുണ്ട്. ദൈവവും നാമും തമ്മിലുള്ള ഒരു അനുഭവമുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരുതലുണ്ട്. ആ ദൂരം അകന്നു പോകാതെ ദൈവത്തിൻ്റേതായ ദർശനത്തിലായിരുന്നുകൊണ്ട് ഉന്മേഷം പ്രാപിക്കുവാനിടയാകണം. നമ്മൾ പുതിയ നിയമത്തിൽ കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതാകുന്നതിന് മുൻപ് ഉന്മേഷം പ്രാപിക്കാൻ നിൻ്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. പുതിയ നിയമത്തിൽ ദൈവം ചെയ്തത്, ദൈവം തമ്പുരാൻ അകന്നു പോകുമല്ല, നോക്കാതിരിക്കുമല്ലോ, ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ച് ശരീരവും രക്തവും തന്ന് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് വാഗ്ദാനം തന്നു. അതിൻ്റെ പൂർണ്ണത പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നതാ. ഞാൻ ഉന്മേഷം പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് അകന്നു പോകണമെന്നല്ല, എൻ്റെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ എന്നിലുണ്ട്. അവൻ്റെ രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ടവനാണ് ഞാൻ. ആ ബലമുണ്ടാകണം, ആ ബലത്തിൽ ശക്തിപ്പെടണം, ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ശക്തിപ്പെടണം. ദൈവത്തിൻ്റെ നോട്ടം നമ്മളെ ഹൃദ്യമായി നയിക്കണം. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.